ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൻ്റെ ഫസ്റ്റ് ഫ്ലോർ വരച്ച് നോക്കാം. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ ഒരു കോപ്പി എടുക്കുക. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൻ്റെ കോപ്പി എടുത്തിട്ട് ഇവിടെ സൈഡിലേക്ക് വയ്ക്കുക. ഇനി ഇവിടെ ടെക്സ്റ്റ് എഡിറ്റ് കൊടുത്തിട്ട് ഇവിടെ ഇത് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ആക്കിയിട്ട് എഴുതുക. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത്, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ വരുന്ന എല്ലാ പ്ലിന്തും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫ്ലോറിൽ ഇത് വരില്ലല്ലോ, പ്ലിന്ത് വരില്ലല്ലോ. അപ്പോൾ ഈ പ്ലിന്ത് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. പ്ലിന്ത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത്, ഈ വാൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ട്രിം എടുക്കുക. എന്നിട്ട് ഈ വരാന്ത വരുന്ന ഭാഗമെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ കോർണർ ഒന്ന് ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത്, ഇവിടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ബീം ഉണ്ടായിരുന്ന ഭാഗത്തെല്ലാം ഇവിടെ വോൾ വരും. അപ്പോൾ മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഈ വോളുമ്മ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഫില്ലറ്റ് എടുക്കുക. ഫില്ലറ്റ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് എടുക്കുക. EX 2 ടൈംസ് എൻ്റർ കൊടുക്കുക. ഇതെല്ലാം ഡിലീറ്റ് ചെയ്താൽ മതി. ഇനി ഇത് DI എൻ്റർ അടിച്ചിട്ട് ഇവിടെ 90 ഇല്ലേന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ 90 ഉണ്ട്. നെക്സ്റ്റ് വരുന്നത്, ഇത് ഡിലീറ്റ് ചെയ്യുക. ഈ സ്റ്റെപ്പ് ഇവിടെ കളയുക. ഇത് ട്രിം ചെയ്യുക. എന്നിട്ട് ഇത് ഈ വാൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഇതിൻ്റെ ഉള്ളിൽ വരുന്നതെല്ലാം ട്രിം ചെയ്യുക. അല്ല, ഇവിടെ ഒരു എൻട്രൻസ് വരുന്നുണ്ട്. ഇവിടെ 80യുടെ ഒരു ഡോറ് വരുന്നുണ്ട്. അപ്പോൾ ട്രിം എടുക്കുക. ഇവിടെ ഒരു 80യുടെ ഡോറ് വരും. അപ്പോൾ നമുക്ക് ഈ വോളൊന്ന് വെച്ച് കൊടുക്കാം. എൻ്റർ 80. ഇനി ട്രിം എടുക്കുക. എന്നിട്ട് ഓപ്പണിങ് ആദ്യം ട്രിം ചെയ്യുക. ഇങ്ങനെ വരും. ഇവിടെ ഒരു ഡോറ് വരുന്നുണ്ട്, 80യുടെ ഡോറ് വരുന്നുണ്ട്. ഇവിടെ ബാൽക്കണി അല്ലേ വരുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ എൻ്റർ 80. ഇവിടെ ബാത്റൂമാണ് വരുന്നത്. അത് ഓപ്പണിങ് ട്രിം ചെയ്യുക. ഇത് ഡിലീറ്റ് ചെയ്യുക. ഇത് ടെക്സ്റ്റ് എഡിറ്റ് കൊടുക്കുക. എന്നിട്ടിത് ബാത്റൂം ആക്കുക. DI എൻ്റർ അടിച്ചിട്ട് ഇവിടെ എത്ര ഇപ്പോൾ വരുന്നത് നോക്കുക. ഇത് 180 ആണ്. അപ്പം നമുക്ക് ഈ വാള് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഫില്ലറ്റ് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തിട്ട് TE എൻ്റർ കൊടുക്കുക. ഇതിപ്പോൾ 190 ആണ്. നേരത്തെ വർക്ക് ഏരിയ ഇവിടെ വരെ ഉണ്ടായിരുന്നത്, അതിപ്പോൾ നമ്മളിവിടെ പാസേജ് ആക്കിയില്ലേ. അപ്പോൾ അത്രയും ഭാഗം പോയല്ലോ. അപ്പോൾ ബാത്റൂം ഇപ്പോൾ 110/190. ഒന്നുകൂടിയും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ എന്താ വരുന്നത്.
110. അപ്പോൾ 110/190. അപ്പം ബാത്റൂം കഴിഞ്ഞു. നെക്സ്റ്റ് ഇവിടെ ഇത് സ്റ്റഡി റൂമാണ് വരുന്നത്. അപ്പോൾ TE എൻ്റർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ സ്റ്റഡി റൂം ആക്കുക. ഇനി ഇവിടെ നമ്മൾ ഈ സ്റ്റഡി റൂമിലേക്കുള്ള 90 സെൻറ്റിമീറ്ററിൻ്റെ ഡോറ് കൊടുത്തു. ഇനി ആ ഓപ്പണിംഗ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. അതുപോലെ TR 2 ടൈംസ് സെൻറ്റർ കൊടുത്തിട്ട് ഇവിടെയും ട്രിം ചെയ്യുക. ഇവിടെ ഓപ്പണാണ്, ഇവിടെ പാസേജ് അല്ല വരുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എത്രയാണ് വരുന്നതെന്നുള്ളത്. ഇത് 258, ഇത് 180, അതായത് 260 തന്നെ ഉണ്ട്. 260/180 തന്നെ ഉണ്ട്. ഇനി നെക്സ്റ്റ് ഇത് ടെക്സ്റ്റ് എഡിറ്റ് കൊടുക്കുക. എന്നിട്ട് ഇതിവിടെ ബെഡ്റൂം ആക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് 1 2 3 4 4 റൈസർ വന്നിട്ടുണ്ട്. അപ്പോൾ 4 റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹൈറ്റ് വരും നോക്കുക. അപ്പോൾ 4 റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈസർ നമ്മൾ എടുത്തിരിക്കുന്നത് 18 ആണ്. അപ്പോൾ 18 × 4 എന്ന് പറയുമ്പോൾ 72. അതായത് നമ്മൾ ഈ 4 അതായത് ഇത്ര ട്രെഡ് നമ്മൾ കയറിയാൽ, അതായത് ഇത്ര റൈസർ മുകളിലെത്തിക്കഴിഞ്ഞാൽ 72 ഹൈറ്റ് ഉണ്ട്. പ്ലസ് ഒരാളുടെ ഹൈറ്റ് നമ്മൾ എടുക്കുന്നത് 170, അപ്പോൾ 242 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈറ്റ് എത്തിയാൽ നമ്മൾ സ്ലാബ് ഇട്ട് കൊടുക്കുന്നത് 300 ഹൈറ്റിലാണ് സ്ലാബ് ഇട്ട് കൊടുക്കുന്നത് അല്ലേ. നമ്മുടെ സ്ലാബിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ഫ്ലോറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 300 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ അടുത്ത സ്ലാബ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 4 റൈസർ കയറുമ്പോൾ 4 × 18 ചെയ്ത് കഴിഞ്ഞാൽ 72 പ്ലസ് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ കയറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈറ്റും കൂടിയും കൂട്ടുമ്പോൾ 242. അപ്പോൾ നമ്മുടെ തല അവിടെ മുട്ടില്ല, സ്ലാബിൽ മുട്ടില്ല, അവിടെ ഒരു ക്ലിയറൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ എത്ര ഇതിലാണ് സ്ലാബ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് അല്ല, പിന്നെ ഇവിടെ 1 2 3 4 അപ്പോൾ 4 റൈസർ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി ഇത്രയും ഭാഗം നമ്മൾ മുകളിൽ സ്ലാബ് വരും. അതായത് ഇത്രയും ഭാഗത്ത് സ്ലാബ് ഇട്ടാൽ താഴത്തുനിന്ന് കയറി വരുമ്പോൾ തല മുട്ടില്ല. എന്താ വെച്ചാൽ അതിന് താഴെ ക്ലിയറൻസ് വരുന്നുണ്ട്. 242 ഹൈറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഈ സ്ലാബിൻ്റെ ഹൈറ്റ് വരുന്നത് 300ലാണ്. അപ്പോൾ നമ്മുടെ തല അവിടെ മുട്ടില്ല. അപ്പോൾ ഇത്രയും ഭാഗത്തേക്ക് നമുക്ക് സ്ലാബ് ഇടാം. ഇനി നെക്സ്റ്റ് ഇത് നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുക 5. അതായത് റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയൊക്കെ നമ്മൾ ഹാൻഡ് റെയിൽ കൊടുക്കും. ഇതൊക്കെ ഇതുപോലെ മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. ഫില്ലറ്റ് കൊടുക്കുക. F എൻ്റർ, R എൻ്റർ, 0 എൻ്റർ, M എൻ്റർ. ഇതെല്ലാം ഫില്ലറ്റ് ചെയ്തു. ഇനി MA എൻ്റർ. മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ഇതെല്ലാം ബോൾഡ് ലൈൻ ആക്കുക. ഇതൊക്കെ ഡോട്ടഡായിട്ട് കാണുന്നോട്ടെ, അത് കുഴപ്പമില്ല. നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഹാച്ച് ചെയ്യുക. സോളിഡ് ഹാച്ച് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. കളർ നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രേ കളറിലേക്ക് ഇടാം. ഇനി ഇവിടെ അപ്പ് എന്നുണ്ടായിരുന്നത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡൗൺ ആക്കുക. ഇനി ഇവിടെ ഒരു ഡോറ് വരും. ഇത് കോപ്പി എടുക്കുക.
ഇത് മിറർ ചെയ്യുക. മിറർ ചെയ്യുമ്പോൾ ഓർത്തോൺ ആക്കിയിട്ട് മിറർ ചെയ്യുക. അല്ല, ഇതിങ്ങനെയല്ല വരിക, ഇത് ഓപ്പോസിറ്റ് വരണം. ഇതിൻ്റെ ഈ ഫ്രെയിം ഈ നീളം കൂടിയ വോളിലേക്ക് ചേർന്നിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെ വരും. ഇത് മൂവ് ചെയ്യുക. ഇത് 75 ഉള്ളൂ. ഇപ്പോൾ നമുക്ക് സ്കെയിൽ ചെയ്യാം. SC എൻ്റർ കൊടുക്കുക, ബേസ് പോയിൻ്റ് കൊടുക്കുക, റെഫറൻസ് കൊടുക്കുക. ഇപ്പോൾ ഉള്ളത് 75, നമുക്ക് വേണ്ടത് 80. ഇനി ഇത് സെലക്ട് ചെയ്യുക, മൂവ് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് D2ൻ്റെ ഡോറായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇവിടെ ബാൽക്കണിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2 കോളം വേണം. അപ്പോൾ REC എൻ്റർ ക്ലിക്ക് ചെയ്യുക, D എൻ്റർ, 20 എൻ്റർ, 20 എൻ്റർ. ഇനി ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. അതുപോലെ വീണ്ടും സെലക്ട് ചെയ്തിട്ടൊരു കോപ്പി എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. ഇനി ഇവിടെ ഒരു സൺഷെയ്ഡ് വരും. സൺഷെയ്ഡ് പോയതാണ്. ഇവിടെ ഒരു സൺഷെയ്ഡ് വരും 60. ഇതൊരു കോപ്പി എടുക്കുക. ഏകദേശം 10 മൂവ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇവിടെ വരും. അപ്പോൾ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ 10ൽ മൂവ് ചെയ്ത് വയ്ക്കുക. മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ റെയിൽ കാണിക്കണം. അപ്പോൾ O എൻ്റർ, 5 എൻ്റർ. ഇപ്പോൾ തന്നെ ഇത് ട്രിം ചെയ്യുക. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് ഓഫ്സെറ്റ് 5. അപ്പോൾ തന്നെ ഇത് ട്രിം ചെയ്യുക. O എൻ്റർ, 5 എൻ്റർ, TR 2 ടൈംസ് എൻ്റർ കൊടുത്തിട്ട് ഇത് ട്രിം ചെയ്യുക. ഇനി ഇത് DI എൻ്റർ കൊടുത്തിട്ട് എത്ര ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇതിപ്പോൾ Y ഇതാണ്, വിഡ്ത്ത് 322, ഇവിടേക്ക് 90. അപ്പോൾ നമ്മളിത് ബാൽക്കണി കൊടുക്കുക, 90/322. ഇവിടെ ഈ പേര് മാറ്റി കൊടുക്കുക. ഇവിടെ അപ്പർ ലിവിംഗ് എന്നാണ് പേര് വരിക. അപ്പർ ലിവിംഗ് എന്ന് വരും. അതുപോലെ ഇവിടെയും വേണമെങ്കിൽ ഒരു വിൻഡോ ഈ ബെഡ്റൂമിൻ്റെ ഈ സൈഡിൽ കൊടുക്കാം. മൂവ് ചെയ്യുക. ഇതിൻ്റെ മിഡിലിൽ സെലക്ട് ചെയ്യുക. ഇവിടെ വരുമ്പോൾ കൺട്രോൾ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്യുക, മൂവ് ചെയ്യുക. ഇതിൻ്റെ മിഡിലിൽ വെച്ചിട്ട് കൺട്രോൾ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. മിഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് കൊടുക്കുക. ഇനി ഇതേ സൺഷെയ്ഡ് തന്നെയാണ് അവിടെ വരിക. അപ്പോൾ ഇത് കോപ്പി എടുത്താൽ മതി.
കോപ്പി എടുത്തിട്ട് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുക. മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഏകദേശം നമുക്ക് അറിയാമല്ലോ എത്രയാണ് 10 എന്ന് പറഞ്ഞ് വരിക. അവിടേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്ക് W1ൻ്റെ ഒരു വിൻഡോ ആക്കാം. ഒന്നെങ്കിൽ ഇത് മാറ്റിയിട്ടാക്കാം, അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി W1ൻ്റെ വിൻഡോ ഉണ്ട്. ഇത് നമുക്കൊരു കോപ്പി എടുക്കാം. ഈ സൺഷെയ്ഡ് ഇത്രയും വേണ്ടല്ലോ, അപ്പോൾ ഇവിടേക്ക് ആക്കുക. എന്നിട്ടിത് ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേ സൺഷെയ്ഡ് തന്നെ ഒരു കോപ്പി എടുക്കുക. എന്നിട്ടിത് മിറർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് മൂവ് ചെയ്യുക. മൂവ് ചെയ്ത് വയ്ക്കുമ്പോൾ ഏകദേശം ഒരു 10 വരുന്നത് അറിയാം. അങ്ങനെ വെച്ചാലും മതി. അല്ലെങ്കിൽ കറക്റ്റ് ഇത് അളവെടുത്തിട്ട് വയ്ക്കുക. അതായത് ആദ്യം വയ്ക്കുമ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് വയ്ക്കുക. പിന്നെ ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുക. ഇങ്ങോട്ട് ഒരു 10 കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ പാസേജ് ആണെന്ന് കൊടുക്കുക. പാസേജ് 90 സെൻറ്റിമീറ്റർ വൈഡ് എന്ന് കൊടുക്കുക. ഇനി ബാത്റൂം ഇത് വിൻഡോ അല്ലല്ലോ വരിക, വെൻറ്റിലേറ്റർ അല്ല വരിക. ഇവിടെ ഇത് V എന്ന് കൊടുക്കുക, വെൻറ്റിലേറ്റർ എന്ന് കൊടുക്കുക. പിന്നെ ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ പ്ലാനും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് രണ്ടിൻ്റെയും എലിവേഷൻ ഒരുമിച്ച് വരയ്ക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.